നമസ്കാരം. 2 ദിവസം മുമ്പ് കോഴിക്കോട് ഭാഗത്ത് ഒരു KSRTC ഒരു യുവതി കയറി. അവർ കയറിയ സമയത്ത് അവരോട് കണ്ടക്ടർ പറഞ്ഞു അൺസ്റ്റോപ്പിൽ വണ്ടി നിർത്തത്തില്ല, സ്റ്റോപ്പില്ലാത്തടത്ത്. അൺസ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പില്ലാത്തടത്ത്. കാരണം ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റൊക്കെ ആകുമ്പോൾ അവർക്കൊരു പ്രത്യേക സ്റ്റോപ്പുകളുണ്ട്. മെയിൻ സ്റ്റോപ്പുകളിൽ മാത്രമേ ആ വണ്ടി നിർത്തത്തുള്ളൂ. ഇപ്പോൾ ഞാനൊക്കെ KSRTC യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ നമ്മൾ കയറുന്ന സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങുന്ന സ്റ്റാൻഡിനും തമ്മിലൊരു ദൂരവും അകലവും ഉണ്ട്. അവിടെയാണ് സ്റ്റോപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ അങ്കമാലിയിൽ സ്റ്റോപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പുള്ള സ്ഥലങ്ങൾ വളരെ പരിമിതമാണ്. പിന്നെ കൊരട്ടി ആ ഭാഗത്ത് സ്റ്റോപ്പുണ്ട്. പിന്നെ അതുപോലെ അങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്കമാലിയിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ അത്താണി സ്റ്റോപ്പുണ്ട്. അതായത് എയർപോർട്ടിൽ പോണ വഴിക്ക് അവിടെ സ്റ്റോപ്പാണ്. ആലുവയുടെ ഇപ്പുറം പിന്നെ ദേശത്ത് സ്റ്റോപ്പുണ്ട്. അങ്ങനെയുള്ള ചില സ്റ്റോപ്പുകളിലൊക്കെ വണ്ടി നിർത്തുന്നു. പിന്നെ ആലുവ ബസ് സ്റ്റാൻഡിൽ പിന്നെ KSR സ്റ്റാൻഡിൽ വണ്ടി പോകും. അങ്ങനെയുള്ളടത്ത് സ്റ്റോപ്പുണ്ട്. അങ്ങനെ നമ്മുടെ എറണാകുളം പോയാലും തൃശ്ശൂർ ചേർത്തല പോയാലും ആലപ്പുഴ പോയാലൊക്കെ ഓരോ സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ വണ്ടി നിർത്തത്തുള്ളൂ. ഈ യുവതി അവർക്ക് ഇറങ്ങുന്ന സ്ഥലമായപ്പോൾ കണ്ടക്ടറോട് പിന്നെ വഴക്കുണ്ടാക്കുക മാത്രമല്ല, കണ്ടക്ടർ പറഞ്ഞ് അവിടെ നിർത്തത്തില്ല, ഡ്രൈവറും പറഞ്ഞ് അവിടെ നിർത്തത്തില്ല, നമ്മൾ സ്റ്റോപ്പില്ലാത്തതാണ്, കയറുമ്പോൾ തന്നെ പറഞ്ഞതാണ്. ശരി, അതൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ലാസ്റ്റ് ഇവർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഈ യുവതി വണ്ടിയിലുള്ളവർ ചെറിയ ലിവറോ എന്തോ വീൽ സ്പാനറോ എടുത്തിട്ട് ഈ സൈഡ് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പം സംഭവം ഗൗരവമേറി. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞ് വണ്ടി നേരെ സ്റ്റേഷനിൽ വിടാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായി, സ്റ്റേഷനിൽ പോവുകയാണെന്നുള്ളത്. സ്റ്റേഷനിൽ പോയി പോലീസ് കേസ് ചാർജ് ചെയ്തു. ഇവരാദ്യം പോയി കണ്ടക്ടറെ ഭീഷണിപ്പെടുത്തി, ഞാൻ പോലീസിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും, നിങ്ങൾ സ്റ്റോപ്പ് നിർത്താത്തത് കൊണ്ട്. അപ്പോൾ അവിടെ സ്റ്റോപ്പില്ലാത്തെന്നുള്ള കണ്ടക്ടർ പറഞ്ഞാണ്. സ്റ്റേഷനിൽ പോയി അവരെ കൊണ്ട് പിഴ അടപ്പിച്ചു. 28,000 രൂപയോ എന്തോ പിഴ അടപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പുണ്ടായിട്ട് തിരക്കും. സ്റ്റോപ്പില്ല ഇതിന്. വണ്ടി സ്റ്റേഷനിലേക്ക് വിടാം. സ്റ്റേഷനിലെ വണ്ടിക്ക് വണ്ടിയുടെ ഗ്ലാസ് അടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വണ്ടിക്ക് സ്റ്റോപ്പുണ്ടായിട്ട് നിർത്താൻ പാടുള്ളൂ.
കണ്ടല്ലോ, KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് സൂപ്പർ ഫാസ്റ്റിന്റെ പ്രത്യേകത? എല്ലാ സ്റ്റോപ്പുകളിലും നിർത്താത്ത ബസ്സാണ്. ആ ബസ്സിൽ ഒരു ഹെഡ്ഫോണൊക്കെ എടുത്തു വെച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു, എനിക്കിവിടെ ഇറങ്ങണം. ആ ഇറങ്ങണമെന്ന് പറയുന്നതിൽ ഒരു മാന്യത വേണ്ടേ? അതിൽ 2 ജീവനക്കാരാണ്. ആ ജീവനക്കാരും മനുഷ്യരാണ്. അവരോട് ഞാൻ ഏതോ വലിയ വീട്ടിലെ കൊച്ചാണ്, ഹെഡ്ഫോണൊക്കെ വെച്ച് വലിയ ഷോയിൽ ഇങ്ങോട്ടേക്ക് വന്ന് അവർ ഒരു കാര്യം പറയുന്നു, സ്വാഭാവികമായിട്ട് സ്റ്റോപ്പ് ഇല്ല എന്ന് പറയുന്നത് ന്യായം. പക്ഷേ എനിക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ, എനിക്കൊരു അത്യാവശ്യമുണ്ട്. അത് പിന്നീട് ബാത്റൂം വിഷയമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പ്രകടനവും അവരുടെ ഷോയൊക്കെ കണ്ടിട്ട് അതൊരു ബാത്റൂം വിഷയമാണെന്ന് പിന്നീട് കൂടുതൽ വഷളാകാതിരിക്കാൻ ഇറക്കിയ നമ്പറാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാര്യം നമുക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടി നിൽക്കുന്ന ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ കണ്ടില്ലേ? ഇതാണ് ആ വീഡിയോ. അവർ പെണ്ണുങ്ങൾക്ക് അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രൈവറ്റ് ബസ്സിൽ നിർത്തത്തില്ല, പ്രൈവറ്റ് ബസ്സും നിർത്തത്തില്ല എന്ന് പറയുന്നു. എന്നാൽ പ്രൈവറ്റ് ബസ് അങ്ങനെയല്ല. ചില പെണ്ണുങ്ങളെ പഞ്ചാര അടിക്കാനായിട്ട് ഞരമ്പ് രോഗികളായിട്ടുള്ള ബസ്സുകളാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റോപ്പില്ലാത്തടത്തും നിർത്തുക വരും. KSRTC അങ്ങനെ, KSRTC അവരുടേതായ ജോലിക്ക് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്രൈവറ്റ് സ്ഥിരം കാണുന്ന കോളേജ് കുട്ടികളാണെങ്കിലും അല്ലെ വല്ല ടെക്സ്റ്റൈൽസിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങളാണെങ്കിലും ഏത് പട്ടാപ്പകലാണെങ്കിലും നിർത്തിക്കൊടുക്കും. എവിടെ ആയാലും അവർക്കൊന്ന് ചിരിച്ച് കാണിച്ച് ഒരു ലൈൻ അടിച്ച് ഒരു നമ്പറൊക്കെ കൊടുത്ത്. എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും ഏറ്റവും പറ്റി നല്ല ജീവിക്കാനായിട്ട് ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സുകാരുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്ത് ഒരു പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറെ ഉപദ്രവിച്ചു. എന്തിനാണെന്നറിയോ? ആ സാധു മനുഷ്യൻ, അയാൾ മാനമര്യാദയായിട്ട് ബസ് ഓടിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. ഒരു ഭാര്യയും ഭർത്താവുമാണെന്ന് തോന്നുന്നു. അവർ സ്കൂട്ടറിൽ റോട്ടിൽ നിന്ന് കയറി, ഇടവഴിക്ക് നിന്ന് കയറി നേരെ ബസ്സിൻ്റെ മുന്നിലോട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തക്ക സമയത്തിന് അയാൾ ആ ഡ്രൈവർ കണ്ടു. അതുകൊണ്ട് തന്നെ അയാൾ വലത്തു സൈഡിലോട്ട് ആ വണ്ടി കട്ട് ചെയ്ത് കയറിപ്പോയി. പുറകെ ഡ്രൈവറെ തെറി വിളിച്ചുകൊണ്ട് ഇവർ പോണു. ആദ്യം അയാൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ രണ്ടാമത്തെ സ്റ്റോപ്പിലെങ്ങാണ്ട് അയാളെ തടഞ്ഞ് വലിച്ചിറക്കി ഹെൽമെറ്റ് കൊണ്ട് അടിക്കുകയാണ്. നിസ്സാര പ്രശ്നം, കാര്യമൊന്നുമില്ല. കാരണം ഇവർക്ക് ബുദ്ധി വിവരം ഇല്ല എന്നുള്ളത് അപ്പം മനസ്സിലായില്ലേ? കാര്യം തെറ്റി വരുന്ന ഭാഗത്ത് തന്നെയാണ്. എന്നിട്ട് ആ ഡ്രൈവറെ ആക്രമിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ചെറിയ പരിക്കെന്താ പറ്റുന്നത്. പ്രൈവറ്റ് ബസ്സുകാരെല്ലാവരും നല്ലവരാണെന്നും പരിശുദ്ധമാരാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഡ്രൈവറുടെ കാര്യം, അയാൾ നിരപരാധി. കാരണം അയാൾ ആ വണ്ടിയെ തട്ടാതെ, ആ ബൈക്കിനെ തട്ടാതെ അയാൾ ഒരു ഭാഗത്തോട്ട് കട്ട് ചെയ്ത് വെട്ടിച്ച് സൈഡിൽ ചേർന്ന് പോവുകയാണ് അയാൾ ചെയ്തത്. വേറെ ഒരു വർത്തമാനത്തിനും അയാൾ പോയിട്ടില്ല. അയാളൊന്നും അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. പ്രൈവറ്റ് ബസ്സുകാർക്ക് ചിലയിടത്ത് കിട്ടേണ്ടടുത്ത് കിട്ടുക തന്നെ വേണം. പക്ഷേ ഇതിപ്പോൾ അയാൾ നിരപരാധി തന്നെയാണ്. കാരണം അയാളുടെ ഭാഗത്ത്, അപ്പോൾ അയാൾ ആ വണ്ടി ചവിട്ടിയില്ല, ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ 2 ജീവനും ഉണ്ടാകത്തില്ല. മനസ്സിലായില്ല? ഒന്നെങ്കിൽ ബസ്സിൻ്റെ ചുവട്ടിലാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബസ്സിൻ്റെ വണ്ടിയുടെ അടിയിലോട്ടാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുറേ ഈ എന്താ പറയുന്ന തിന്നിട്ട് മുറ്റളകുക എന്നൊക്കെ പറയുമല്ലോ, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ചില ആളുകളുണ്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയും ചെയ്തത്. ഈ കോഴിക്കോടുള്ള യുവതി ബസ്സിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. എന്തായാലും പണി നല്ല 8ൻ്റെ പണി തന്നെ കൊടുത്തിട്ടോ. പോലീസുകാർ പോയിട്ട് 8ൻ്റെ പണി കൊടുത്തു. 28,000 രൂപ ഫൈൻ അടപ്പിക്കുക. ഗ്ലാസ് വാങ്ങേണ്ട പൈസ എല്ലാം കൂടെ കൂടിയിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനി മേലായാലും ഒരു കൊണ്ടും അങ്ങനെ ചെയ്യരുത്. ബസ്സിൽ സ്റ്റോപ്പുണ്ടോ, എവിടെയൊക്കെ ഫാസ്റ്റിൽ കയറുകയാണെങ്കിൽ ആ സ്ഥലത്ത് സ്റ്റോപ്പുണ്ടോ എന്ന് ചോദിക്കുക കണ്ടക്ടറോട്. അല്ല അവിടെ സ്റ്റോപ്പില്ല എന്നാൽ അതിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ സ്റ്റോപ്പ് ഉള്ളിടത്ത് ഇറങ്ങാൻ നോക്കുക. രാത്രിയാണെന്നോ ഉണ്ടെങ്കിൽ ഓക്കെ, ഇനി പോയി നിർത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ രാത്രിയിൽ ഒറ്റപ്പെട്ട് പോയതാണ്. അങ്ങനെ നമുക്ക് പിന്നെ ഇത് വിചാരിക്കാം. KSRTC അങ്ങനെ ഇതിന് മുൻപ് ഇവിടെ ഒരു ബസ്സിൽ ഇറക്കി വിട്ടിട്ടുണ്ട് ഒരു യുവതിയെ. അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് പട്ടാപ്പകൽ സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് നിർത്തണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നൊരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പ്രതികരിക്കുക, കമൻറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ആരും ഇതുപോലുള്ള ഒരു വേലത്തരമായിട്ട് ഒരു ബസ്സിലും കയറരുത്. ഓക്കെ, ബൈ.